കായംകുളത്ത് മദ്യലഹരിയിൽ അച്ഛനെ മകൻ വെട്ടിക്കൊന്നു. എൻ്റെ ഒരു സുഹൃത്ത് അയച്ചെന്ന ഒരു റീലാണിത്. ഇത് കണ്ടപ്പം ആദ്യം ഒരു ഞെട്ടൽ തോന്നി. ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായ ആളെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്നുള്ളത്. പരിചയം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ കൂടെ എഞ്ചിനീയറിങ്ങിന് ഏകദേശം 1.5 വർഷത്തോളം പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചു കഴിഞ്ഞിട്ട് പുള്ളി പഠിത്തം മതിയാക്കി ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോയിട്ട് പിന്നെ ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. ഇതിനുള്ള യാതൊരുവിധ കോണ്ടാക്ട്സും ഇല്ലായിരുന്നു. ആ ടൈമിൽ തന്നെ പുള്ളി അധികം ആരുമായിട്ടും വലിയ കോണ്ടാക്ട്സ് വെക്കുന്ന ഒരാളും അല്ലായിരുന്നു. പക്ഷെ ഇതിനകത്തൊരു വസ്തുത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ആ ക്ലാസ്സിൽ പഠിച്ചതിൽ കുട്ടികൾ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എൻജോയ് ചെയ്ത് ക്ലാസ്സിൽ വരികയും ക്ലാസ്സിലധികം കയറാതിരിക്കുകയും അതേപോലെ തന്നെ യാതൊരുവിധ പഠിത്ത കാര്യത്തിലും ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തി അയാൾ തന്നെ ആയിരുന്നു. അയാൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പൈസയുണ്ട്, എൻ്റെ അച്ഛൻ വലിയ കോൺട്രാക്ടറാണ്, അതാണ് അച്ഛൻ്റെ കാശുണ്ട്, ഇതല്ലെങ്കിൽ ഞാൻ വേറെ കോഴ്സിന് പോകും, എനിക്ക് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അവൻ ഇഷ്ടപ്പെട്ട ബൈക്ക് കാര്യങ്ങളെല്ലാം വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്തു. അതുപോലെ നല്ല സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫാദർ ആയിരുന്നു അദ്ദേഹം. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടുകാർക്കിടയിൽ അവൻ ഇങ്ങനൊരു എന്താ പറയുക, അവൻ ശരിക്കും ഒരു സ്റ്റാർ ആയിരുന്നു ഈ ഒരു കാര്യത്തിൽ. പക്ഷേ എന്താ പറയുക, ആ അച്ഛന് വീട്ടിലെ സാഹചര്യങ്ങൾ കൊടുക്കുമ്പോഴും മകനെ നന്നായിട്ട് വളർത്താൻ മറന്നുപോയോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഇത് തന്നെയാണ് ഇന്നത്തെ ഒരു മാതാപിതാക്കളോട് എനിക്ക് ചോദിക്കാനുള്ളതും. നിങ്ങൾ മക്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോഴും മക്കളെ എങ്ങനെ നന്നായിട്ട് വളർത്തണമെന്നും കൂടി ചിന്തിക്കണം. അല്ലെങ്കിൽ ഇനിയുള്ള തലമുറയായാലും ഇനി വന്നുകൊണ്ടിരിക്കുന്ന തലമുറയായാലും ഇതൊക്കെ നമ്മൾ ഇനി ഫേസ് ചെയ്തേ പറ്റുള്ളൂ. വളരെ വിഷമകരമായിട്ടുള്ളൊരു വാർത്തയാണ്. ഈ വിധി ആർക്കും വരാതിരിക്കട്ടെ.